എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചീരയും സാമ്പാർ പരിപ്പും വെച്ചിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. വളരെ എളുപ്പമാണ്. സാമ്പാർ പരിപ്പിന് പകരം നിങ്ങൾക്ക് ചെറുപയർ പരിപ്പും അല്ലാന്നുണ്ടെങ്കിൽ മസൂർ ദാലും ഈ റെസിപ്പിയിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പാണ്. 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊരു 4-5 വെള്ളത്തിൽ കഴുകി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക് കീറിയതും, പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവുന്ന വരെ ഒന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ മതിയാകും ഇത് വേവാനായിട്ട്. ഇനി നമുക്ക് ചീര ഏതാണെങ്കിലും അത് എടുക്കാം. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ചീരയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലക്കാണ്. 2 തണ്ട് ചീര എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു ചെറിയ മിക്സഡ് ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വെളുത്തുള്ളി അല്ലി ഒരു 3 അല്ലി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ തേങ്ങ ചേർക്കുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. തേങ്ങ ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. തേങ്ങ ചേർത്തില്ലെങ്കിൽ ഇതിലേക്ക് വഴട്ടിയൊക്കെ ചേർക്കണം പൊടികളൊക്കെ. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്തിട്ട് അരപ്പും ചീരയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചീരയും ആ ഒരു അരപ്പും ഒക്കെ പച്ചമണം മാറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചികരവും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ സാമ്പാർ പരിപ്പിന് പകരം ചെറുപയർ പരിപ്പോ മസൂർ ദാലോ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്